ഹലോ, ഇത് നമുക്ക് ഒരു പീറ്റർ പാൻ കോളറിൽ വരുന്ന ഒരു ചെറിയ ഫ്രോക്ക് ചെയ്തെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാട്ടോ. ഇതൊരു 1 വയസ്സുള്ള ബേബിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന മെഷർമെൻറ്റാണ് ഞാൻ പറയണത്. അപ്പോൾ വീഡിയോ ആയിട്ട് ഫുള്ളായിട്ട് കാണുക. ബിഗിനറിനൊക്കെ തയ്ക്കാൻ പറ്റുന്ന രീതിക്കുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്കൊരു 1/2 മീറ്റർ ഫാബ്രിക്കാണ് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു കോട്ടൻ്റെ ഫാബ്രിക്കാണ് ഇവിടെ യൂസ് ചെയ്യണത്. പിന്നെ ഒരു ചെറിയ പീസ് നമുക്ക് ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളറ് നമ്മൾ കോളർ വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫാബ്രിക് 4ആയിട്ട് മടക്കി വെക്കുക കേട്ടോ. ശേഷം നമുക്കിതിൽ നെക്കിനുള്ള വെടുത്തൊക്കെ അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ നെക്ക് വെടുത്ത് കൊടുക്കുന്നത് 2 ഇഞ്ചാണ്. പിന്നെ നമ്മൾ ഷോൾഡർ 2.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ആം ഹോൾ നമ്മൾ 4.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ചെസ്റ്റ് വിഡ്ത്ത് നമുക്കൊരു 8 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഹിപ്പ് ലെങ്ത്ത്, അതായത് മുകളിൽ നിന്ന് ഹിപ്പിൻ്റെ അവിടേക്കുള്ള ലെങ്ത്ത് ഒരു 9.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം 7 ഇഞ്ച് ടോട്ടൽ വിഡ്ത്ത് വരുന്ന ഹിപ്പിൽ വിഡ്ത്ത് വരുന്ന രീതിക്ക് നമുക്ക് ഒരു ഡോട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ചെരിച്ചൊരു വര വരച്ചെടുക്കാം. ഇനി നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ചെയ്യാൻ പോകുന്നത് ഈ ടോപ്പിൻ്റെ ടോട്ടൽ ലെങ്ത്താണ്. അപ്പോൾ ഇവിടെ ഞാൻ ഏകദേശം ഒരു 18 ഇഞ്ചൊക്കെയാണ് സീം അലവൻസൊക്കെ കൂടെ കൂട്ടിയിട്ട് കൊടുത്തിട്ടുള്ളത്. അത് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഏകദേശം ഒരു ചെരിഞ്ഞൊരു കേവ് ഷേപ്പൊക്കെ വരുന്ന രീതിയിൽ നമുക്ക് ബോട്ടം പോർഷനും ഇങ്ങനെ കർവ് ചെയ്തിട്ട് നമ്മൾ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുക. നമ്മൾ ശേഷം ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്ത്, അതുപോലെ തന്നെ നമ്മൾ ആം ഹോളും ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഷോൾഡറിൻ്റെ ആ പോർഷനിലും ജസ്റ്റ് അത് ചെരിഞ്ഞിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ തയ്ക്കുമ്പോൾ ഒരു വൃത്തിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇതിലിപ്പോൾ നമുക്ക് ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ഒരുമിച്ചാണല്ലോ നമ്മൾ കട്ട് ചെയ്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിന് വേറൊരു പീസ് നമ്മൾ മാറ്റിയെടുത്തതിന് ശേഷം ഇനി നമുക്ക് ബാക്ക് നെക്ക് ഇതിൽ അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ബാക്ക് നെക്ക് ഇപ്പോൾ ഞാൻ ഏകദേശം കൊടുക്കുന്നത് ഡെപ്ത് കൊടുക്കുന്നത് 2 ഇഞ്ച് തന്നെയാണ്. അപ്പോൾ നമുക്ക് അത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ടിനൊക്കെ നമ്മളൊന്നും ചെയ്യണില്ല, കാരണം നമ്മൾ ആ കോളർ വെക്കുന്ന സമയത്ത് അതുമ്മ കൂടെ തയ്ച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ ബാക്ക് നെക്ക് നമ്മൾ ജസ്റ്റ് 2 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് റിട്ടണൊക്കെ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു അടിക്കൊരു ജസ്റ്റ് ഒരു കട്ടിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു ക്യാൻവാസിൻ്റെ പീസ്, അത് ഏകദേശം ഒരു 5 ഇഞ്ച് വിടുത്ത് 5 ഇഞ്ച് ലെങ്ത്തൊക്കെ ഉള്ളൊരു ക്യാൻവാസിൻ്റെ പീസ് എടുക്കുക. ഇനി നമ്മൾ നെക്കിൽ മാർക്ക് ചെയ്ത് കൊടുത്താൽ അതേപോലെ തന്നെ ഈ ക്യാൻവാസിൽ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ 2 ഇഞ്ച് നെക്കിൻ്റെ വിടുത്ത് 2 ഇഞ്ചാണല്ലോ, ആ 2 നമ്മൾ ഇതിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നമ്മൾ കോളറിൻ്റെ വിടുത്ത് എന്ന് പറയുന്നത് ഇതിൽ 2 ഇഞ്ചാണ് കൊടുക്കുന്നത്. ആ 2 ഇഞ്ചും കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്കിൻ്റെ വിടുത്ത് എന്ന് പറയുന്നത് ഇതിൽ 2.5 ഇഞ്ചാണ്. ആ 2.5 ഇഞ്ച് മാർക്ക് കൊടുത്തതിന് ശേഷം നമ്മളിതിൽ കർവ് ചെയ്തിട്ടൊരു വര വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൽ കോളറിൻ്റെ വിടുത്തായ 2 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്തിട്ട് പോകാം. 2 ഇഞ്ചിലെ ഈ പോയിൻറ്റ്സിന് കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുത്താൽ മതി. 2 ഇഞ്ചിൽ ആ ഡോട്ട്സൊക്കെ എല്ലാം കൂടെ കണക്ട് ചെയ്തിട്ട് നമുക്ക് കോളറിൻ്റെ ലൈൻ വരച്ച് കൊടുത്തിട്ട് അത് കട്ട് ചെയ്തെടുക്കാം. ശേഷം നമ്മൾ ഈ കോളറിൻ്റെ സെൻറ്ററിലായിട്ട് ഫുള്ളായിട്ട് കട്ടാവാത്ത രീതിക്ക് ജസ്റ്റ് ഒരു കട്ടിങ്ങും കൂടെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിതാ നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഈ ക്ലോത്ത് നമ്മൾ 2ആക്കിയിട്ടാണ് മടക്കി വെച്ചിട്ടുള്ളത്. നമ്മൾ ഈ ക്ലോത്തിൽ ഈ ക്യാൻവാസ് കട്ട് ചെയ്ത് വെച്ച ക്യാൻവാസ് നമ്മൾ അതിൽ വെച്ച് കൊടുത്തതിന് ശേഷം അതേ ഷേപ്പിൽ നമ്മൾ ഈ ക്ലോത്തും കൂടെ നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. നമ്മൾ ഈ ക്യാൻവാസ് ഈ ക്ലോത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ അതേ ഷേപ്പിലൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ്. ഈ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 2 പീസ് ക്ലോത്ത് കിട്ടിയിട്ടുണ്ടാവും. ഈ 2 പീസ് ക്ലോത്ത് ഒപ്പം വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യണത്. അതിൻ്റെ നമ്മൾ ഈ ക്യാൻവാസിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ക്യാൻവാസിൻ്റെ ഈ അടിയിലുള്ള പോർഷൻ മാത്രമേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണുള്ളൂ. ശേഷം ഇത് നമ്മൾ മറിച്ച് കൊടുക്കുകയാണ് ചെയ്യുക. ഉള്ളിലേക്ക് മറിച്ച് കൊടുത്തിട്ട് ഈ ക്യാൻവാസ് ഉള്ളിലാവുന്ന രീതിയിൽ ഇനി നമ്മൾ ഇതിന് എക്സസ് ആയിട്ടുള്ള പോർഷനൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്. ശേഷം നമുക്കിത് പുറം ഭാഗം നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ ഈ ക്യാൻവാസ് ഉള്ളിലാവുന്ന രീതിയിൽ വരും. മറിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ എഡ്ജ് പോർഷനിൽ ഒരു ലേസ് വർക്കും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ.
നെക്കിന് നമുക്ക് ബോഡി പാർട്ടിനായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡ്രസ്സിൻ്റെ ഉൾഭാഗത്താണ് നമ്മൾ ഈ കോളർ നേരെ കമഴ്ത്തിയിട്ടാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നെക്ക് വരുന്ന പോർഷനിൽ കോളർ കമഴ്ത്തി വെച്ച് കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ശേഷം ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രണ്ട് പോർഷനിൽ നമ്മൾ നെക്ക് കട്ട് ചെയ്തിട്ടില്ലാന്ന്. അപ്പോൾ ആ നെക്ക് നമ്മളിതിൽ ഇപ്പോൾ ആണ് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കുന്നത്. ശേഷം ഇത് നമ്മൾ മറിച്ച് കൊടുത്തതിന് ശേഷം പുറത്തേക്ക് വെച്ചിട്ട് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ നെക്ക് ഇത് നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പോർഷൻസും കൂടി കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിലിപ്പോൾ ഞാൻ ബാക്ക് നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. ഇതിലിപ്പോൾ നമ്മൾ ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്ലീവിൻ്റെ അവിടെയാണ് ചെയ്യണത്. സ്ലീവ് ജസ്റ്റ് ഒരു പൈപ്പിംഗ് പോലെ ചെയ്യണുള്ളൂ. ആ സെയിം ഷെയ്ഡ് വെച്ചിട്ട് സ്ലീവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ 2 സൈഡും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നമ്മൾ ഫൈനൽ ലുക്ക് ആവും. അപ്പോൾ ഇത് നമ്മളെ ഫ്രോക്ക് ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.